അതുപോലെ തന്നെ ഈ അലുമിനി കൊടുക്കുന്ന ആൾ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ബാക്കി പ്രൊസീഡിങ്സ്? അതോടെ തീർന്നു ലയബിലിറ്റി. കാരണം ആ ലയബിലിറ്റി ഒരിക്കലും അവരുടെ ലീഗൽ ഹയേഴ്സിന് പോകുന്നില്ല. അതായത് ഇപ്പം ഭർത്താവ് മരിച്ചു, ഭർത്താവിൻ്റെ ലയബിലിറ്റി അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇവർക്ക് കൊടുക്കണമെന്നോ അങ്ങനെയില്ല. 15,000 രൂപ വെച്ച് അലോ ചെയ്തു എന്ന് വെച്ചോളൂ. ഇങ്ങനെ ഒരു 10 മാസം കഴിയുമ്പോൾ തന്നെ 1,50,000 രൂപയായി. ഇപ്പം അയാൾ മരിച്ചുപോയി. അപ്പം എന്താ പെൻഡിങ് എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ അയാളുടെ അസറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. അയാൾ മരിച്ചു പോയ സമയത്ത് അയാൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈടാക്കി എടുക്കാൻ പറ്റും. പക്ഷെ വളരെ റെയറായിട്ട് 1-2 കേസ് ഞാൻ കേട്ടു. ഒരു ഡോട്ടർ ഇൻ ലോയ്ക്ക് ഫാദർ ഇൻ ലോയുടെ അടുത്ത് മെയിൻ്റനൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ റെയറായിരിക്കും. കാരണം ചിലപ്പോൾ അവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു കാണും. അപ്പോഴായിരിക്കും മോൻ മരിച്ചത്. അപ്പോൾ ഈ സ്ത്രീയുടെ പുറത്താക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഫാദറിലോ അത്രയും റിച്ചും ലാൻഡ് ലോഡും ആയിരിക്കും. അങ്ങനെ ചിലപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലയബിലിറ്റി വേറൊരാൾക്ക് ലീഗൽ ഹെയേഴ്സിന് പോവില്ല. മരിച്ചതോടുകൂടി അവിടെ തീരും അത് വന്നിട്ട്.